ഖദീജ ഉമ്മയുടെ ജനാസയുടെ കാലിന്റെ അവിടെ വന്നുകൊണ്ട് ഹബീബായ തങ്ങൾ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ഹബീബായ തങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയാണ്, വിഷമം സഹിക്കാൻ കഴിയാതെ. എന്റെ ഖദീജ ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്റെ ഖദീജ അവളുടെ സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ചത് ഈ ദീനിന് വേണ്ടിയാണല്ലോ. എന്റെ ഖദീജയുടെ സൗന്ദര്യം ചെലവഴിച്ചത് ദീനിന് വേണ്ടിയാണ്. എന്റെ ഖദീജയുടെ ആരോഗ്യം മുഴുവൻ ചെലവഴിച്ചത് ദീനിന് വേണ്ടിയാണ്. സ്വപ്നം സാഫല്യം ഒരുങ്ങം കൂടെ ഹസന ഹോളിഡേ, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 35 വയസ്സ് മുതലാണ് നമ്മുടെ ഇന്നത്തെ പ്രഭാതം തുടങ്ങിയത് അല്ലേ? അങ്ങനെ 35 കഴിഞ്ഞു, 40 കഴിഞ്ഞു, 43 കഴിഞ്ഞു, 50-ാം വയസ്സിലായിരുന്നു ഹബീബായ തങ്ങളുപ്പാപ്പ ശിഹാബ് അബി ത്വാലിബ് മലഞ്ചെരുവിലേക്ക് തങ്ങളെയും സ്വഹാബത്തിനെയും ബഹിഷ്കരിക്കുന്ന രംഗമുണ്ടായത്. അങ്ങനെ 50 വയസ്സ് മുതൽ 53 വയസ്സ് വരെയാണ് അവിടെ ഞാൻ പറഞ്ഞ 3 വർഷം പട്ടിണിക്കിടന്ന്. അങ്ങനെയാണ് അവൻ താഴത്തേക്ക് ഇറങ്ങും. അതിനുശേഷമാണ് ഹിജ്റ പോകുന്നതെല്ലാം. അങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയതിന് ശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയും സ്വഹാബത്തല്ലാണ്ട് ആ സമയത്തായിരുന്നു ഖദീജ ഉമ്മ രോഗിയായി കിടപ്പിലായി. ഖദീജ ഉമ്മ കിടപ്പിലായി മാത്രമല്ല, വല്ലാത്ത രോഗം കൊണ്ട് കിടപ്പിലായ സമയത്തും ഖദീജ ഉമ്മയോട് മക്കക്കാർ വന്ന് പറഞ്ഞു, ഖദീജ എന്തിനാണ് ഈ ഒരു സമയത്തെങ്കിലും നിന്നോട് ഞങ്ങൾ ചോദിക്കാം, വേണ്ടതുപോലെ സഹായങ്ങൾ ചെയ്യാൻ നിന്റെ ഭർത്താവിന് കഴിഞ്ഞിട്ടില്ല, ഇനിയെങ്കിലും ഞങ്ങൾ ചോദിക്കാം, ഈ ഒരു സമയത്തെങ്കിലും നീ ഒരു യെസ് പറയുകയാണെങ്കിൽ നിനക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഖദീജ ഉമ്മയുടെ ഈമാനിന്റെ മഹത്വം കൊണ്ട് ഖദീജ ഉമ്മ എല്ലാവരെയും ആട്ടിയോടിച്ച് ആരെയും നോക്കിയില്ല. അങ്ങനെ ഖദീജ ഉമ്മ രോഗിയായി കിടന്നുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുകയാണ്. ഖദീജ ഉമ്മ വിട പറഞ്ഞ നിമിഷം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെല്ലാമായിരുന്നു ഖദീജ ഉമ്മ. എത്രത്തോളം ചോദിച്ചാൽ ഖദീജ ഉമ്മ ഒരു ഭാര്യ മാത്രമായിരുന്നില്ല ഹബീബിന്. ഹബീബിന് ഒരു സഹോദരിയുടെ സ്ഥാനം കൂടെയായിരുന്നു. ഹബീബിന് ഒരു ഉമ്മയുടെ സ്ഥാനം കൂടെയായിരുന്നു. ഇതെല്ലാം കൂടെ ഒരുമിച്ച ഒരു സഹോദരിയാണ്, ഒരു ഭാഗ്യവതിയാണ് ഹബീബിന്റെ കൂടെ ഉണ്ടായിരുന്ന ഖദീജ ഉമ്മ എന്നുള്ളവർ. ഇൻഷാ അല്ലാഹ് ഖദീജ ഉമ്മയെ കുറിച്ച് പ്രത്യേകമായി ജബലുൻ നൂറിൽ വെച്ചുകൊണ്ട് പറയാം. അങ്ങനെയുള്ള ഖദീജ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹബീബായ തങ്ങളുപ്പാപ്പക്ക് വിഷമം സഹിക്കാൻ കഴിയുന്നില്ല. ഹബീബായ തങ്ങളുപ്പാപ്പ ഖദീജ ഉമ്മയുടെ ജനാസയുടെ കാലിന്റെ അവിടെ വന്നുകൊണ്ട് ഹബീബായ തങ്ങൾ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ഹബീബായ തങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയാണ്, വിഷമം സഹിക്കാൻ കഴിയാതെ. എന്റെ ഖദീജ ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്റെ ഖദീജ അവളുടെ സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ചത് ഈ ദീനിന് വേണ്ടിയാണല്ലോ. എന്റെ ഖദീജയുടെ സൗന്ദര്യം ചെലവഴിച്ചത് ദീനിന് വേണ്ടിയാണ്. എന്റെ ഖദീജയുടെ ആരോഗ്യം മുഴുവൻ ചെലവഴിച്ചത് ദീനിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള എന്റെ ഖദീജ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങളുപ്പാപ്പ വിഷമം സഹിക്കാൻ കഴിയാതെ ഖദീജ ഉമ്മയുടെ കാലിന്റെ അവിടെ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കരയുകയാണ്. അങ്ങനെ ഹബീബായ തങ്ങൾ ഖദീജ ഉമ്മയുടെ ജനാസ ഈ കാണുന്ന ജന്നത്തുൽ മുഅല്ലയിൽ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ മറമാടിയതിനു ശേഷം തിരിച്ചു പോന്നു. ഹബീബായ തങ്ങൾക്ക് വിഷമം സഹിക്കുന്നില്ല. അന്ന് ഫാത്തിമ ഉമ്മ എന്ന ചെറിയ കുഞ്ഞു മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഫാത്തിമ ഉമ്മക്ക് ചെറിയ പ്രായമാണ്. ഹബീബിന്റെ മടിയിൽ ഇങ്ങനെ തലവെച്ചുകൊണ്ട് ഫാത്തിമ ഉമ്മ കിടന്നുറങ്ങും. ഹബീബായ തങ്ങൾ വിഷമം സഹിക്കാൻ കഴിയാതെ തങ്ങളും കരയും. തങ്ങൾ പാപ്പ കൈ കുത്തിങ്ങനെ ഇരുന്നു കൊണ്ട് എപ്പോഴും ഖദീജ ഉമ്മയെ കുറിച്ച് ചിന്തിച്ച് കരയുമായിരുന്നു എന്ന് ചൈത്യങ്ങൾ പറഞ്ഞതായി കാണാം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹബീബായ തങ്ങൾ പാപ്പാന്റെ അടുത്തേക്ക് പലരും വരും. പലരും ഹബീബിനോട് ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി വരും. പക്ഷേ ഹബീബ് നോക്കില്ല, ആരെയും നോക്കില്ല. ഓരോ സമയത്തും ഹബീബായ തങ്ങൾ ഖദീജ ഉമ്മ ഉപയോഗിച്ച വസ്ത്രമെടുക്കും, എന്നിട്ട് വീണ്ടും കരയും, എന്റെ ഖദീജ ഉപയോഗിച്ച വസ്ത്രമാണിത്. ഹബീബ് ഖദീജ ഉമ്മ ഉപയോഗിച്ച മാലകൾ എടുക്കും, എന്നിട്ട് വീണ്ടും കരയും. ഹബീബ് അത്രമാത്രം മഹബത്ത് വെച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഭാഗ്യവതിയായ ഖദീജ ഉമ്മയെ, അതല്ലേ ഖദീജ ഉമ്മയോളം ഭാഗ്യം ആർക്കാണ് ഈ ലോകത്തേക്ക് കിട്ടിയിട്ടുള്ളത്? അങ്ങനെ ഹബീബായ തങ്ങൾ പാവ വല്ലാതെ വിഷമമുള്ള ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ്.
ഖദീജ ഉമ്മയുടെ സഹോദരിയായിരുന്നു ഖാല ബീവി റളിയല്ലാഹു അൻഹ. ചെറിയ കുഞ്ഞായിരിക്കുന്ന ഫാത്തിമ ഉമ്മക്കും അതുപോലെ തന്നെ ഹബീബായ തങ്ങൾ എന്ന് പറയുന്ന മൂത്തച്ഛൻക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഖാല ഉമ്മ വരും വീട്ടിലേക്ക്. ഖാല ഉമ്മ ഇങ്ങനെ നടന്നു വരുമ്പോ ഖാല ഉമ്മയുടെ കാൽപാദങ്ങൾ പതിയുന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും ഹബീബിന് വേദന സഹിക്കാൻ കഴിയില്ല. ഓർമ്മകൾ ഇങ്ങനെ വരും. കാരണം എന്ത്, ഒരേ രക്തമല്ലേ വരുന്നത്. ഹബീബിന് ഇങ്ങനെ ഖദീജ ഉമ്മയെ വീണ്ടും ഓർമ്മ വരും. ഖാല ഉമ്മ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഹബീബായ തങ്ങൾ അത് കഴിക്കില്ല. ഹബീബിന് മനസ്സുകൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനകൾ സഹിക്കാതെ ഹബീബായ തങ്ങൾ ഖദീജ ഉമ്മയുടെ വസ്ത്രം ഇങ്ങനെ എടുത്തു നോക്കും, ആശ്വസിക്കും. ഖദീജ ഉമ്മ ഉപയോഗിച്ച മാലകൾ എടുത്തു നോക്കും, ആശ്വസിക്കും. അങ്ങനെ തങ്ങൾ പാപ്പ 2 വർഷത്തോളം ഈ വീട്ടിൽ നിന്ന് ഒറ്റക്കായിക്കൊണ്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഖദീജ ഹബീബായ തങ്ങൾ പാപ്പ മറ്റുള്ളവരുടെ നിർബന്ധ പ്രകാരം എത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അത്രമാത്രം ഹബീബിന്റെ കൂടെ കുറഞ്ഞ കാലത്തെ ജീവിതം കൊണ്ട് ഹബീബിനെ സ്വാധീനിക്കാനും ഹബീബിനെ സ്നേഹിക്കാനും ഹബീബിന് വേണ്ടി ജീവിതം തന്നെ സമർപ്പിക്കാൻ മാത്രം ഖദീജ ഉമ്മ തയ്യാറായി. അതുകൊണ്ടല്ലേ എത്രത്തോളം ചോദിച്ചാൽ ഖദീജ ഉമ്മയുടെ കാലശേഷം ആയിഷ ഉമ്മ തുടങ്ങി ഒരുപാട് ഭാര്യമാർ വന്നിട്ടുണ്ട്. ഒരിക്കൽ ഹബീബായ തങ്ങൾ പാപ്പ ഖദീജ ഉമ്മയെ മഹത്വം ഇങ്ങനെ പറയുമ്പോഴായിരുന്നു ആയിഷ ഉമ്മ ചോദിച്ച്, എന്തിനാണ് നബിയെ കിളവിയായ ഖദീജ, കിളവിയാണ് ഖദീജ, ആ കിളവിയായ ഖദീജയെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ചെറുപ്പക്കാരിയായ കന്യകയായ ഞാനില്ല നിങ്ങൾ കൂടെ? ആ സമയത്തും കൂടെ ഖദീജ ഉമ്മയെ കുറിച്ച് ഹബീബായ തങ്ങള് ആയിഷ ഉമ്മയോട് പറഞ്ഞത്, എന്റെ ഖദീജയോളം ആവില്ല ഒരാളും, അത്രത്തോളം എനിക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു എന്റെ ഖദീജ എന്നുള്ളതായിരുന്നു. ഇത് കേട്ടപ്പോഴല്ലേ ആയിഷ ഉമ്മ അവിടുത്തെ പാത്രം എടുത്ത് എറിഞ്ഞൊക്കെ ദേഷ്യം പിടിച്ചുകൊണ്ട് ഇങ്ങനെല്ലാം സംഭവം ഉണ്ടായി. ചുരുക്കി പറഞ്ഞ അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപ്പയുടെ ജീവിതത്തിൽ വലിയ വേദനിച്ച ഒരു നിമിഷമായിരുന്നു ഖദീജ ഉമ്മയുടെ വിയോഗം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാർ പറഞ്ഞത്, നിങ്ങളെങ്ങാനും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഖദീജ ഉമ്മയെ സിയാറത്ത് ചെയ്യാൻ അവസരം ലഭിച്ച, ഉമ്മാനെ നിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാൻ ഒരു നിമിഷം കിട്ടിയാൽ നിങ്ങൾ ഉമ്മയുടെ അടുത്ത് ചെന്നുകൊണ്ട് അവിടെ ചെന്ന് സലാം പറഞ്ഞുകൊണ്ട് ഉമ്മയോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയൂ. നമുക്കറിയാം നമ്മുടെയൊക്കെ ഉമ്മമാര് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്ന ഉമ്മാന്റെ കയ്യിലില്ലെങ്കിൽ ഉമ്മ എന്താ ചെയ്യാ, അപ്പുറത്തെ വീട്ടിനെ കൊടുക്കുന്നതേയും മോർക്ക് കൊടുക്കൂലേ. ഇതുപോലെ നമ്മളെ സ്നേഹിച്ചവരായിരുന്നു നമ്മുടെ ഉമ്മ. അതുകൊണ്ട് നിങ്ങൾ ഉമ്മയുടെ അടുത്ത് ചെല്ലുമ്പോ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളെല്ലാം പറഞ്ഞോളൂ. ഉമ്മ സ്വീകരിക്കും. ഉമ്മ സ്വീകരിച്ചാൽ ഹബീബിന്റെ അടുത്തേക്ക് എത്താൻ വഴികൾക്ക് മറ്റൊരു തടസ്സവുമില്ല. അതാണ് ഉമ്മാന്റെ സ്ഥാനം എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞോളൂ, എല്ലാം അള്ളാഹു സ്വീകരിക്കുമെന്നുള്ളത്, ഹബീബിന്റെ അടുത്തേക്ക് വഴികൾ എളുപ്പമാവുമെന്നുള്ള മഹാന്മാർ പറഞ്ഞ കാര്യമാണ്. ചുരുക്കി പറഞ്ഞ അങ്ങനെയുള്ള ഉമ്മാനെ ചാരത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. ഈ കാണുന്ന ജന്നത്തുൽ മുഅല്ല, ഈ ജന്നത്തുൽ മുഅല്ലയിലാണ് നമ്മുടെ ഉമ്മ മറവിട്ട് കിടക്കുന്നത്. ഇൻഷാ അല്ലാഹ് പുരുഷന്മാർക്ക് അകത്തേക്ക് പോയി സിയാറത്ത് ചെയ്യാം, സ്ത്രീകൾക്ക് ഉമ്മമാർക്ക് അവിടെ സൈഡിൽ നിന്ന് കാണുകയും ചെയ്യാട്ടാ. വേറെ അങ്ങോട്ട് വരിക. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് പറയാം. അവിടുന്ന് സിയാറത്ത് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, സലാം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് പുരുഷന്മാർക്ക് അകത്ത് പോയി സലാം പറഞ്ഞ് തിരിച്ചു പോരട്ടാം. മനസ്സിലായില്ലേ? ഖദീജ ഉമ്മ ഹബീബ് എത്ര വേണ്ടപ്പെട്ടവരായിരുന്നു എന്നുള്ളത് അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെ ഉമ്മയെ സിയാറത്ത് ചെയ്തു. ബഹുമാനപ്പെട്ട നമ്മുടെ മുഹമ്മദ് ഉസ്താദ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടി. അങ്ങനെ പ്രാർത്ഥനകളെല്ലാം ചെയ്തു. അവിടുന്ന് സിയാറത്തെല്ലാം കഴിഞ്ഞു പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വീഡിയോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി അറിയിക്കണേ.